ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. പച്ചരി കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലടുപ്പിച്ച് നോക്കൂ. എൻ്റെ പൊന്നോ, അത്ഭുതപ്പെടുത്തും രുചിയിൽ ഒരു അടിപൊളി റൈസാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ബിരിയാണിയൊക്കെ കഴിക്കുന്ന അതേ സെയിം ഫീലാണ് കേട്ടോ ഈ ഒരു റൈസ് കഴിക്കുമ്പോൾ. ഇത് ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ചോറിന് മീനോ ഇറച്ചിയോ ഒന്നും കിട്ടാത്ത സമയത്ത് ഒരു 2 മുട്ട നിങ്ങൾ വാങ്ങി വെക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു അടിപൊളി റൈസ് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഏത് അരിയാണെങ്കിലും പ്രശ്നമില്ല. ബസ്മതി റൈസ് ആണെങ്കിലും നേരിയ അരിയാണെങ്കിലും പുഴുക്കരിയാണെങ്കിലും ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് അരിയൊക്കെ എടുക്കാം കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വലിയ ചിലവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു റൈസാണ്. നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും പച്ചരി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് റൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അടിപൊളി ചോറ് റെഡിയാക്കാൻ പറ്റും. ഞാനിതൊരു 4-5 വെള്ളത്തിൽ നന്നായി കൈനോട് തിരുമ്മി കഴുകി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു അരി സ്റ്റെയിനറിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ അരി കുതിരാൻ വെക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ബസ്മതി റൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 10 മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾക്കിത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് വരാം. ഈ ഒരു റൈസ് റെഡിയാക്കാനായി നല്ല വലിയ കുക്കർ തന്നെ നോക്കിയെടുക്കണം കേട്ടോ. ചെറിയ കുക്കറിലൊന്നും ഈ അരി വിട്ട് വേവിക്കരുത്. ഈ കുക്കറൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഈ കുക്കറിലോട്ടേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ആയിട്ടും ചേർക്കാം. അതല്ലാണ്ട് സൺഫ്ലവർ ഓയിൽ മാത്രമാണെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതല്ല കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണെങ്കിലും അങ്ങനെയും ചെയ്യാം. ഞാൻ ഇവിടെ 3 ഓയിലും വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരേ രുചിയിൽ നല്ല അടിപൊളി ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളുടെ പശു നെയ്യിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. ഇനി ഈ ഒരു നെയ്യ് നന്നായി ചൂടായി വന്നാൽ ഇതിലോട്ടേക്ക് ഗ്രാമ്പും പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായി ഒന്ന് പൊട്ടി വന്നതിനാൽ അതിലോട്ടേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ജീരകം ഒന്ന് പൊട്ടി വരണം കേട്ടോ. ഇനി നമുക്കിതിലോട്ടേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 മുളകും നേർങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിത് നന്നായി നമുക്കിത് വഴറ്റിയെടുത്ത് വരണം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ടേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ കട്ടായി പോയിട്ടുണ്ട്. അതിന് ഈ ഒരു സവാള നന്നായി വഴറ്റി വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 പഴുത്ത തക്കാളി ഇതുപോലെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇങ്ങനെ അല്ലാണ്ട് മിക്സിയിലിട്ട് അരച്ച് ചേർത്താലും ഒരേ രുചിയായിരിക്കും കേട്ടോ. ഇതധികം മസാല ഒന്നും ഇല്ലാത്തൊരു റൈസാണ് കേട്ടോ. എന്നാലും ഇതിൻ്റെ രുചി ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ്. അതുപോലെ ഞാനിവിടെ ഇപ്പം ഇട്ട് കൊടുത്ത തക്കാളി നമ്മൾക്ക് വേഗം വെന്ത് കിട്ടും. അതിനായി ഞാനിവിടെ ഒരു മൂടി എടുത്ത് ഒരു 2 മിനിറ്റോളം അടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ കാണുന്നില്ലേ, തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്പൂണ് വെച്ച് നന്നായി ഒന്ന് ചതച്ചു കൊടുക്കാം. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഒഴിച്ചതാണെങ്കിൽ ഇങ്ങനെ ചതക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലോട്ടേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാല അല്ല ചിക്കൻ മസാല എന്താ നിങ്ങളെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ചില്ലി പൗഡർ നിങ്ങളുടെ കയ്യിലുള്ളത് എരിവുള്ള ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഞാൻ ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു രുചിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അഥവാ എരിവുള്ള മുളക് പൊടി നല്ലോണം ചേർക്കുന്നുണ്ടെങ്കിൽ ഈ പെപ്പർ പൊടി നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി ഈ മസാലപ്പൊടികളുടെ ഒക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലപ്പൊടിയൊക്കെ വഴറ്റുന്ന സമയത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വഴറ്റാൻ വേണ്ടി. ഇനി ഇതിലോട്ടേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 1 ടേബിൾ സ്പൂൺ തൈരും അതിനുശേഷം സെക്കൻഡ് ടൈം ഒരു 1/2 ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തൈര് ഈ ഉള്ളിൻ്റെ എല്ലാ ഭാഗത്തും എത്തി നല്ല അടിപൊളി രുചിയാവും. ഞാനിവിടെ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പുളിയുള്ളതാണെങ്കിൽ കുറച്ച് മാത്രം ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. തൈരും കൂടി ചേർത്തപ്പോൾ ഈ മസാലപ്പൊടി നല്ല രുചിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക.
വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഈ മസാലക്ക് ഒരു നല്ല രുചി കിട്ടാനായിട്ടാണ്. ഇനി ഈ മല്ലിയിലയും ഈ ഉള്ളിയിലേക്ക് നന്നായി മിക്സ് ചെയ്ത് യോജിച്ച് കൊടുക്കുക. ഇനി നമ്മളെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും മുട്ട നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ പൊട്ടിച്ച് ഈ ഒരു മസാലേൻ്റെ മേത്തോട്ടായി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓരോ മുട്ടയും ഓരോ സൈഡിലായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 4 എണ്ണം പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായി ഒരിത്തിരി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒട്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മുട്ട വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടി. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, അപ്പോൾ മുട്ടൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പിടിക്കും. ഇനിയിപ്പോൾ എൻ്റെ മുട്ടൻ്റെ ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മൂടി ഓപ്പൺ ആക്കി അത് നന്നായി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, പാനിൽ പറ്റിപ്പിടിക്കോ ഒന്നും ചെയ്തില്ല. നമ്മൾ നേരത്തെ ഒഴിച്ച ഗീ മാത്രമേ ഉള്ളൂ, വേറൊരു ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടുമില്ല. ഇനി നമ്മൾക്ക് ഇതുപോലെ ഓരോ മുട്ടയും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഈ മസാല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു മസാലയാണ്. കുറച്ച് കട്ടിയൊക്കെയുള്ള കുക്കർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക, എന്നാലും അടിക്ക് പിടിക്കുന്ന പ്രശ്നം ഒട്ടും ഉണ്ടാവില്ല. ഇത് ചെയ്യുന്ന സമയത്ത് പിന്നെ സ്റ്റീലിൻ്റെ കുക്കറൊന്നും എടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റീലിൻ്റെ കുക്കർ ആകുമ്പോൾ വേഗം ഈ മുട്ട അടിക്ക് പിടിച്ചു പോകും. ഇനി ഈ ഒരു മസാലയിലോട്ടേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പച്ചരി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവാണ്. ബസ്മതി റൈസിനാണെങ്കിലും പുഴുക്കൽ അരിക്കാണെങ്കിലും ഇതേ സെയിം അളവിൽ തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഈ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അടിയിനെ മിക്സാക്കി ഇത് കൊളാക്കി കളയരുത്. ഇത് മിക്സാക്കുന്ന സമയം ഇതിൻ്റെ മേൽഭാഗം മാത്രം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർത്ത് കൊടുത്താൽ ഈ അരിക്ക് കുറച്ചും കൂടി രുചി കൂടുന്നത് കൊണ്ടാണ് ഈ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ കുക്കറൊന്ന് പൂട്ടി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഒരു വിസിൽ വന്നപാടന്നെ വിസിലടിച്ച് എന്നും പറഞ്ഞ് ഓടി ഇതിൻ്റെ വിസിൽ ഊരാൻ പോവരുത്. ഈ കുക്കറിൻ്റെ എയർ കംപ്ലീറ്റ് ആയി പോയതിന് ശേഷം മാത്രമേ വിസിൽ ഊരാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ എൻ്റെ കുക്കറിൽ ഒരു വിസിലും അടിച്ച് എയറും പോയി. ഞാനിവിടെ കുക്കറൊന്ന് ഓപ്പണായി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെത്. ചോറൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിൻ്റെ ഈ കുക്കറിൻ്റെ അടിഭാഗം കരിഞ്ഞു പിടിച്ചിനോ എന്ന്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. ഞാനിത് നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം. രാവിലെ കുട്ടികൾക്കൊക്കെ ഇത് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ അവരിത് ഒരിക്കലും ബാക്കിയാക്കിയിട്ടൊന്നും കൊണ്ടുവരില്ല. അത്രയും രുചിയായിട്ടുള്ളൊരു റൈസാണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വയറ് നിറയെ അവർ ഫുഡ് കഴിക്കും. ഇനിയിപ്പോൾ അവർക്ക് ലഞ്ച് ബോക്സിന് റെഡിയാക്കി രാവിലെ നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കും ഇത് തന്നെ കഴിക്കാം. ഇത് ഏകദേശം ഒരു 99% ബിരിയാണിൻ്റെ തന്നെ രുചിയാണ്. ഞാനിന്നിവിടെ മുട്ടയാണല്ലോ ചേർത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ എടുക്കാം കേട്ടോ. കുക്കറിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന് ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കണ്ടില്ലേ, മുട്ടയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ കുറച്ച് ആർഭാടത്തിന് ഇതിലേക്ക് കുറച്ച് തൈരും അച്ചാറും അതുപോലെ തന്നെ ഒരു ലെഗ് പീസ് ചിക്കൻ പൊരിച്ചതും ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. എന്നാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ഈ ചോറിൻ്റെ ഉപ്പും ഒക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. ഞാനിതിലോട്ടേക്ക് ഒരു കഷ്ണം ചിക്കനും നമ്മൾ ഇതിൽ തന്നെ തയ്യാറാക്കി വെച്ച കഷ്ണം മുട്ടയും ഒക്കെ എടുത്ത് ഇങ്ങനെ ഒരു പിടി പിടിക്കണം. എന്താ രുചി! അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ലൈഫിൽ ഒരു വട്ടെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ മുട്ട വെന്തിനോ എന്ന് ഡൗട്ടുള്ളവർക്ക് മുട്ടയൊക്കെ നല്ല പെർഫെക്റ്റായി വെന്തിന് കേട്ടോ. മുട്ടൻ്റെ നടയിലുള്ള മഞ്ഞ യോക്കാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തൈരും അച്ചാറും ഒക്കെ കൂട്ടി കുഴച്ച് ഒരു പിടി പിടിക്കണം. നല്ല രുചിയാണ്. അപ്പോൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റൈസാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയ വരുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.